ഒരു ബലിയർപ്പണവേദിയൊരുങ്ങി, സ്നേഹത്തിൻ പൂജാർപ്പണവേദിയൊരുങ്ങി. പാടാമൊരു മനമായി സ്തുതി കീർത്തനമേകാം, ചേരാമൊരു നവജീവിത ബലിയിതുമോദാം. നമുക്കൊരു നിമിഷം കണ്ണുടച്ച് കൈകൾ കൂപ്പി ഈ പുതു ഞായറാഴ്ച തമ്പുരാൻ്റെ വലിയ സ്നേഹം അനുഭവിക്കാൻ ഈ ബലിയുടെ മുമ്പിൽ ഈ പ്രഭാതത്തിൽ നമ്മളായിരിക്കുമ്പോൾ, കർത്താവേ, ഈ ദൈവകരുണയോടെ തിരുനാളിൻ്റെ ഈ ദിവസം നിൻ്റെ കരുണ ഈ ലോകത്തിൽ മുഴുവനും വ്യാപിക്കട്ടെ. എല്ലാ മനുഷ്യ ഹൃദയത്തിലേക്കും നിൻ്റെ കരുണാർദ്ര ഹൃദയത്തിലുള്ള സ്നേഹം, കരുണ നിറയപ്പെടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നിന്നോട് അവിശ്വസ്തത പുലർത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ച് വിശ്വസ്തതയുടെ അടയാളമായ ഈ ബലിയിലൂടെ ഞങ്ങളെ നിൻ്റെ മക്കളാക്കി മാറ്റുവാൻ അനുഗ്രഹിക്കണമേ. പാപികളും ബലഹീനരുമായിട്ടുള്ള ഞങ്ങൾ ഓരോരുത്തരെയും നിൻ്റെ കരുണയാകുന്ന സമുദ്രത്തിൽ മുക്കി പാപത്തിൽ നിന്ന് രക്ഷിച്ച് വീണ്ടും ഉയർപ്പും പുതിയ ഒരു ദിനവും നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വിശുദ്ധ കുർബാന എല്ലാവർക്കും വേണ്ടി നമുക്ക് അർപ്പിക്കാം. ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ എന്ന ആഗ്രഹത്തോടുകൂടെ നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, നമ്മുടെ ജീവിത പങ്കാളിയുടെ മേൽ, നമ്മുടെ മക്കളുടെ മേൽ, മാതാപിതാക്കളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന ആഗ്രഹത്തോടുകൂടെ ഈ ദൈവകരുണയുടെ ഈ തിരുനാൾ ദിവസം നമുക്ക് വിശുദ്ധിയോടെ ഈ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയൊളി ബലിയർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശൻ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യരു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശൻ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യരു ശാന്തി പ്രത്യാശയുമെന്നേക്കും.
ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നിങ്ങളുടെ കർത്താവായ ദൈവം ഞങ്ങളുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസ പരമാർത്ഥതയോടുകൂടി ഏറ്റുപറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ അവർ അങ്ങേക്ക് പുരോഗത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. അനവദ്യൻ മമതാവിൻ മഹിമയ്ക്കണമില്ലറിവൂ ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമമോന്നതമാം
സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങൾ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്നു സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് കൊളോസ്യരുടെ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിനെ ഉയർപ്പിക്കുകയും അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു. അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. അവരിലാണല്ലോ നമുക്ക് രക്ഷയോ പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിസാധനമാണ്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ. അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദിജാതനുമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമസ്ഥാനീയനായി. എന്തെന്നാൽ അവനിൽ സർവസമ്പൂർണതയും വികസിക്കണമെന്ന് ദൈവം തിരുമനസ്സായി. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അന്വേഷിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച കർത്താവായ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 20 വാക്യങ്ങൾ 19 മുതൽ. ആഴ്ചയുടെ അന്ത്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദര് ഭയന്ന് കതകടച്ചിരിക്കെ ഈശോ വന്ന് അവരുടെ മധ്യേ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. ഈശോ വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് ഈശോ വന്നപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവരോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. ഈശോ വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈശോ അവനോട് പറഞ്ഞു, നിന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിലെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് ദൈവകരുണയുടെ തിരുനാൾ സഭ കൊണ്ടാടുകയാണ്. അതുപോലെ തന്നെ പുതുഞായറാഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. ഉയർപ്പ് കാലം കഴിഞ്ഞ് പുതിയൊരു കാലഘട്ടത്തിലേക്ക്, ആഴ്ചയുടെ ആദ്യ ദിവസത്തിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുകയാണ്. ഇന്ന് ഈ വിശുദ്ധ തിരുക്കർമ്മങ്ങൾ കണ്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ദൈവകാരുണ്യയുടെ തിരുനാൾ ദിവസം വലിയ കൃപകൾ ലഭിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവകാരുണ്യയുടെ അപ്പസ്തോല എന്നറിയപ്പെടുന്ന വിശുദ്ധ സിസ്റ്റർ മരിയ ഫൗസ്റ്റീന കോവൽസ്ക, ആ വിശുദ്ധയിലൂടെയാണ് ദൈവകരുണയുടെ ഒരു ചിത്രം നമ്മളിന്നും കാണുന്നതും അതിനെ ആ ഫോട്ടോ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട്, ഞാൻ നിന്നിൽ ശരണം വയ്ക്കുന്നു. ആ ചിത്രത്തിൻ്റെ അടിഭാഗത്തുള്ള കുറിപ്പ് ഇതാണ്, ഞാൻ നിന്നിൽ ശരണം വയ്ക്കുന്നു. കർത്താവിലാണ് എല്ലാവരും ശരണം വയ്ക്കേണ്ടത്. ഈ കരുണയുടെ ദിവസം ഈ ലോകം മുഴുവനും ഇപ്പോൾ കൊറോണ വൈറസിൻ്റെ ഭീതിയിൽ അകപ്പെട്ടിരിക്കുമ്പോൾ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം കുറേ കൂടി അതിന് കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമ്മൾ പറയുവാനും മനസ്സിലാക്കുവാനും. അതുകൊണ്ട് തന്നെ ഈ ലോകം മുഴുവനും ഇതൊരു ദൈവവിചാരത്തിൻ്റെ കൂടി ഒരു സാധ്യത തുറന്നു തരികയാണ്. ഈ ദൈവകരുണയുടെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കരുണയ്ക്ക് വേണ്ടി മാത്രമാണ്. പാപിയായ മനുഷ്യർ അവിശ്വസ്തത മൂലം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവം വീണ്ടും അവർ വിശ്വസ്തതയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ അടയാളമാണ് ദൈവകരുണ. ദ നെയിം ഓഫ് ഗോഡ് ഈസ് മെർസി. ദൈവത്തിൻ്റെ പേര് കരുണ എന്നാണ്.
5 കരുണകളെ കുറിച്ചാണ് നിങ്ങളോട് ഈ സമയം അച്ഛൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവത്തിൻ്റെ കരുണ മനസ്സിലാക്കുന്നത് ദൈവം തന്ന വാഗ്ദാനത്തിലൂടെയാണ്. എന്തായിരുന്നു ദൈവത്തിൻ്റെ വാഗ്ദാനം? ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമാണ്. ഇതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. കോസ്റ്റയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം 10-ാം തിരുവചനത്തിലൂടെ അതിൽ ചെറിയൊരു മാറ്റമുണ്ട്. ദൈവം പറയുന്നു, ജനത്തിന് പകരം ദൈവം പറയുന്ന വാക്ക് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രർ എന്ന് വിളിക്കപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ ജനം എന്നത് ദൈവം കുറേയും കൂടി ഉള്ളിലേക്ക് സ്വന്തമെന്ന് കരുതുന്ന ഒരു വാക്ക് അവിടെ ഉപയോഗിക്കുകയാണ്. അവിടുന്ന് ശേഷമാണ് പുതിയ നിയമത്തിൽ മുഴുവനും നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനെ ക്രിസ്തുവാണ്, ദൈവത്തിൻ്റെ ദത്തുപുത്രരാണ്, ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ് എന്നുള്ള വലിയ അനുഗ്രഹത്തിലേക്ക് ആ വാക്ക് വരികയാണ്. ജനമെന്ന് മാറ്റി ദൈവം പറയുന്നു, നീ ജീവിക്കുന്ന പുത്രൻ എന്ന് വിളിക്കപ്പെടണം. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നു, ദൈവം എന്ന് വിളിക്കുന്ന അനുഗ്രഹത്തെ വീണ്ടും നമ്മൾ കാണുന്നത് മനുഷ്യനെന്ന ഒരു ദൈവസ്നേഹത്തെക്കുറിച്ചാണ്. മനുഷ്യനായിട്ട് പിറന്ന മനുഷ്യരോടുകൂടെ ജീവിക്കുന്ന ഒരു ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇതാണ് ദൈവത്തിൻ്റെ കരുണ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറയുന്നതുപോലെ അത്രമാത്രം ദൈവം ഈ ലോകത്തോട് കരുണ കാണിച്ചിട്ടുണ്ട്, തൻ്റെ മകനെ ഈ ലോകത്ത് നൽകിക്കൊണ്ട്. ദൈവത്തിൻ്റെ കരുണ ആ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുകയാണ് ഈ ലോകത്തിലൂടെ, ഓരോ ദൈവജനത്തിലൂടെ. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമാണ്. രണ്ടാമത്തത് മനുഷ്യപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ഈശോമിശിഹായുടെ കരുണയാണ്. നമുക്കറിയാം, യേശുവിനെ ആഗ്രഹിച്ച് വചനം കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെക്ക് മുമ്പിലേക്ക് വന്ന ദൈവജനത്തിന് ദൈവം വലിയൊരു അനുകമ്പ കാണിക്കുകയാണ്. ദൈവം വലിയ കരുണ കാണിക്കുകയാണ്. എന്താണ് കരുണ? അവർക്ക് ഭക്ഷിച്ച് തൃപ്തിയാവോളം അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ഈ ലോകം ഇന്ന് ദൈവജനത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, ദൈവസ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തമ്പുരാന്റെ വചനം കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തു കരുണ കാണിച്ചേ മതിയാവും. കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ എന്താണോ വേണ്ടത് അത് മുഴുവനും തമ്പുരാൻ നേടി തരികയാണ്. അത് മുഴുവനും തമ്പുരാൻ നൽകുകയാണ്. അതാണ് യേശു ക്രിസ്തുവിൻ്റെ കരുണയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് സൗഖ്യം ലഭിക്കുന്ന എങ്ങനെയാണ്? അത് യേശു ക്രിസ്തുവിൻ്റെ കരുണയാണ്. നമുക്കൊരു അവകാശവുമില്ല. കാരണം നമ്മൾ പാപം ചെയ്ത് ദൈവത്തിൽ അകന്നു പോയവരാണ്. എന്നിട്ടും യേശു ക്രിസ്തു തൻ്റെ ശരീരരക്തം നൽകിക്കൊണ്ട് വീണ്ടും ദൈവജനത്തെ വിശ്വസ്തതയുടെ അടയാളമായ ഈ ബലിയിലൂടെ അവൻ വീണ്ടെടുക്കുകയാണ്. ഇത് യേശു ക്രിസ്തുവിൻ്റെ കരുണയാണ്. എല്ലാ അത്ഭുതങ്ങളുടെ പിന്നിൽ യേശു ക്രിസ്തുവിൻ്റെ കരുണയാണ്. ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഇത് കേൾക്കുന്ന നിങ്ങൾ ഈ ബലിയിൽ പങ്കുകൊള്ളാൻ ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒറ്റ കാരണമുള്ളൂ, അത് ഈശോമിശിഹായുടെ കരുണയാണ്. മൂന്നാമത്തത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കരുണയാണ്. ഇത് കുരിശിൻ ചുവട്ടിൽ വെച്ച് യേശു ക്രിസ്തു ഈ ലോകത്തെ മുഴുവനും അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഈ അമ്മ എല്ലാ മക്കളെയും, യോഹന്നാന മുതൽ എല്ലാ മക്കളെയും അവളുടെ വിമല ഹൃദയത്തിൽ അവൾ സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ് അവളുടെ ഏറ്റവും വലിയ കരുണ. അമ്മ അല്ല മാതൃത്വം എന്ന് പറയുന്നത് കുറെ കൂടി വികാരങ്ങളുടെ കേന്ദ്രമാണ്. ഏത് അമ്മയുടെ അടുത്ത് നമ്മൾ കരഞ്ഞ് പറയുന്ന ഒരു മകൻ്റെ ആഗ്രഹം അമ്മ നടത്തി കൊടുക്കുന്നുള്ളത് തീർച്ചയായും. അതാണ് അമ്മയുടെ കരുണ. നമ്മുടെ സ്വന്തം അമ്മയുടെ കരുണ എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ ഏത് വിധേനയും സാധിപ്പിക്കണം എന്നുള്ളതാണ്, നല്ലതാണെങ്കിൽ മാത്രം. ഇതുപോലെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും, ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും പെട്ടെന്ന് കേൾക്കുന്നതും അത് സാധിപ്പിച്ചു തരുന്ന പരിശുദ്ധ കന്യകാമറിയം. അതാണ് അമ്മയുടെ കരുണ എന്ന് പറയുന്നത്. കാനാല കല്യാണ വരുന്ന വലിയ തെളിവാണത്. ആരും ഒന്നും പറയാതെ അമ്മ അവരോട് കരുണ തോന്നി അവരുടെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കി അത് സാധിപ്പിച്ചു കൊടുക്കുന്ന ഒരു അമ്മയുടെ ഒരു ചിത്രം നമ്മൾ കാനാല കല്യാണ വരുന്നതിൽ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം ഉറപ്പായിട്ടും അത് അമ്മയുടെ കരുണയാണ്. നാലാമത് വിശുദ്ധരുടെ കരുണയാണ്. വിശുദ്ധരുടെ കരുണ എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധിയാണ്. അവർ പരിശുദ്ധിയിലൂടെ ജീവിച്ചതുകൊണ്ടാണ്, അവർ വിശുദ്ധിയിലൂടെ ജീവിച്ചതുകൊണ്ടാണ് അവർക്ക് മറ്റുള്ളവരുടെ കരുണ കാണിക്കാൻ സാധിച്ചത്. അഞ്ചാമത്തെ കരുണ നമ്മുടെ ഓരോരുത്തരുടെ കരുണയാണ്. നമ്മൾ എങ്ങനെയാണ് കരുണ പ്രകടിപ്പിക്കേണ്ടത്?
നമ്മുടെ ജീവിത പങ്കാളിയോട്, നമ്മുടെ മക്കളോട്, മാതാപിതാക്കളോട് കരുണ കാണിക്കാൻ ഈശോ പറയുന്നത്. നിന്റെ പിടിവാശി ഉപേക്ഷിക്കണം, നീ ക്ഷമിക്കണം, നീ സ്നേഹിക്കണം, നീ ദേഷ്യം വരരുത്, നിന്റെ സ്വന്തം സഹോദരങ്ങളുമായിട്ട് നീ രമ്യതപ്പെടണം. ഇതൊക്കെയാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നമ്മൾ കുടുംബമായിട്ട്, ഈ സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ നമ്മിൽ നിന്ന് കരുണ ഈശോ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞില്ലേ, ഇവരോട് ക്ഷമിക്കണം. ഈശോ സ്വയമായിട്ട് പ്രാർത്ഥിക്കുന്ന, കുരിശുമരണത്തിന് മുമ്പ് ഈശോ സ്വയമായിട്ട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകണം. അടുത്ത് തന്നെ ഈശോ പറയാണ്, എൻ്റെ ഹിതമല്ല, ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ. നമ്മളെല്ലാവരുടെയും കരുണ എന്ന് പറയേണ്ടത് ഇങ്ങനെയാണ്: ദൈവമേ, നിന്റെ ഹിതം എന്നിൽ നിറവേറാൻ എന്നെ പഠിപ്പിക്കുക. ഒരു പക്ഷേ എനിക്കത് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. ഇത്ര വലിയ സഹനങ്ങൾ സ്വീകരിക്കാൻ എൻ്റെ ശരീരത്തിനോ മനസ്സിനോ എനിക്ക് പറ്റത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് എൻ്റെ ശരീരത്തിൽ നടക്കണം. ഈശോയുടെ ഇഷ്ടം എന്താണോ അത് എൻ്റെ മനസ്സിൽ നടക്കണം, എൻ്റെ ആത്മാവിൽ നടക്കണം. ഒരു പക്ഷെ അത് വേദനയുടേതായിരിക്കാം, സന്തോഷത്തിൻ്റെ ആയിരിക്കാം, നിലവിളിയുടേതായിരിക്കാം, കണ്ണീരിൻ്റെ ആയിരിക്കാം. അത് സ്വീകരിക്കാൻ എന്നെ ഒരുക്കുക. ഇതാണ് ഞാൻ കരുണയായിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഒരുപക്ഷെ എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, മാതാപിതാക്കൾ ഒരുപക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല അവർ സംസാരിക്കുന്നത്. ജീവിത ശൈലികൾ വ്യത്യസ്തമാണ്. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം എനിക്ക് ഇങ്ങനെയൊരു ഭാര്യയായിട്ട് ജീവിക്കാനായിരിക്കാം, ഇങ്ങനെയൊരു ഭർത്താവായിട്ട് ജീവിക്കാനായിരിക്കാം, ഇങ്ങനെയൊരു മക്കളായിട്ട് ജീവിക്കാനായിരിക്കാം, ഇങ്ങനെയൊരു മാതാപിതാക്കളായിട്ട് ജീവിക്കാനായിരിക്കാം. ആ ഇഷ്ടം ഉൾക്കൊള്ളാൻ ഞാൻ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടിയാണ് എൻ്റെ ഹൃദയത്തിൽ ഒരു ദൈവവിചാരം ഉണ്ടാകേണ്ടത്. ഈ തിന്മയുടെ ലോകത്ത് തിന്മയെ അംഗീകരിച്ച് അത് ചെയ്യാതിരിക്കാൻ, നന്മകളെ വിശുദ്ധീകരിക്കാൻ എനിക്കൊരു ദൈവവിചാരം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഇന്ന് ദൈവകരുണയുടെ തിരുനാളിൻ്റെ ദിവസം യേശുക്രിസ്തുവിൻ്റെ കരുണാർദ്രയമായ ഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന കരുണ എന്നിലേക്ക് ഒഴുകണം. എന്തിനു വേണ്ടിയാണ്? എല്ലാം ഉൾക്കൊണ്ട് അവരെ സ്നേഹിക്കാൻ, ശത്രുക്കളെ ഉൾക്കൊണ്ട്, അവരുടെ ഉള്ളിലുള്ള ശത്രുതകളെ ഉൾക്കൊണ്ട് അവരെ സ്നേഹിക്കാൻ. ഇതാണ് കരുണ. ഈ കരുണയുടെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് തമ്പുരാൻ നൽകുന്ന വലിയ വാഗ്ദാനമാണ് യാമങ്ങളിൽ കരുണ കൊണ്ട് ചൊല്ലി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് 3 മണിക്ക് മുട്ടുകുത്തി കൈവിരിച്ചു പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ദൈവകരുണയുടെ ദിവസം തമ്പുരാൻ തരുന്ന വലിയ വാഗ്ദാനമാണ് പാപികൾക്ക് നേരെ കരുണ തുറക്കുന്ന ദിവസമാണ്. ഇന്ന് പൂർണ്ണമായ പാപമോചനവും കരുണയും ഒഴുകുന്ന ദിവസമാണ്. അതുകൊണ്ട് നമുക്ക് ഒരു നിമിഷം കണ്ണടയ്ക്കാം, കൈകൾ കൂട്ടിപ്പിടിക്കാം. ദൈവത്തിൻ്റെ കരുണ, പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കരുണ, പരിശുദ്ധ അമ്മയുടെ കരുണ, വിശുദ്ധരുടെ കരുണ, നമ്മുടെ ഓരോരുത്തരുടെയും കരുണ. ഈശോയെ, ഈ ദൈവകരുണയുടെ ദിവസം പാപികൾക്ക് വേണ്ടി നീ തന്നെ നിന്റെ ഹൃദയത്തിൽ കരുണ തുറക്കപ്പെട്ട ദിവസമാണ്. പാപികളുടെ നേരെ ഞങ്ങളെ നീതീകരിക്കപ്പെടുന്ന ദിവസമാണ്. ഞങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന നിന്റെ കരുണയുടെ ദിവസമാണ്. ഇത് ദൈവം ഈശോ മിശിഹ ആഗ്രഹിച്ച, ഈ തിരുനാൾ ഈശോ ആഗ്രഹിച്ച് തന്ന ദിവസമാണ് ഇന്ന ദിവസം. ഈ കരുണയുടെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, കരുണയിലൂടെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ, എനിക്കുണ്ടാകുന്ന സഹനങ്ങളും വേദനകളും അസ്വസ്ഥതകളും പാപത്തിൻ്റെ മേഖലകളും ഈശോയെ, എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം എന്നിൽ നിറവേറാൻ, നിൻ്റെ ഇഷ്ടം എൻ്റെ ഹൃദയത്തിൽ നിറവേറ്റാൻ ഈശോയെ അത് സ്വീകരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഭർത്താവ് എന്ന രീതിയിൽ, ഭാര്യ എന്ന രീതിയിൽ, മക്കളെന്ന രീതിയിൽ, മാതാപിതാക്കളെന്ന രീതിയിൽ, അയൽക്കാരെന്ന രീതിയിൽ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ, പിടിവാശിയും ദേഷ്യവും വെറുപ്പും മുറിവുകളും എല്ലാം ഉപേക്ഷിച്ച് ദൈവകരുണയെ ആശ്രയിക്കാൻ ഈശോയെ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ശിവനുമായ മിശിഹായേ, നിന്റെ പുനരുത്ഥാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ
ആത്മസമർപ്പണത്തിന് നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ അജപാലകന്മാരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരും സത്യത്തെ പ്രതി പീഡ അനുഭവിക്കുന്നവരും അങ്ങയുടെ മഹത്വപൂർണമായ ഉത്ഥാനത്തെയും അവർണ്ണനീയമായ സ്വർഗഭാഗ്യത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെയും ഉയർപ്പിന്റെയും കാരണമായ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടുകൂടി സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയെയും ഞങ്ങളുടെ അതിരൂപതധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തയെയും ഞങ്ങളുടെ സഹായ മെത്രാൻ മാർ ടോണി പിതാവിനെയും ഞങ്ങളുടെ വത്സല പിതാവ് മാർ ജേക്കബ് മെത്രാപ്പൊലീത്തയെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങോട്ട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങോട്ട് കൃപാപരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങോട്ട് കാരുണ്യം ഞങ്ങളിൽ ഭക്ഷിക്കണമേ. അങ്ങോട്ട് കൃപയും അനുഗ്രഹവും അങ്ങോ കാരുണ്യത്താൽ തിരഞ്ഞെടുത്ത നിങ്ങളുടെ ജഗണമാചന മുഴുവന്റെയും കടകട പൊട്ടിക്കാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സകലത്തിന്റെ നാഥന ദൈവത്തിന്റെ കൃപാ സമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴുകി കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം നീക്കുകയും ചെയ്യട്ടെ. സാദരമൂർത്തി
സർവ്വധർമ്മികളെയും കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ സന്നിധിയിൽ ഹൃദയഗണങ്ങൾ ചൊരിയുവിനെന്നേക്കും നോവും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിന്റെ കൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീയുമായി നിറങ്ങപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിനെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിന് പുറപ്പെടുന്ന സത്യാത്മാവ് ജീവനാഥവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാത്വികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായി മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്മരണങ്ങളിൽ പറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ നൽകിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈവരെ നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരനെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവന് വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഭിക്ഷിത്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യദ്രവത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ദർശിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾക്ക് ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ ബാധ്യസ്ഥം വഴി സമാധാനം സുഹൃതമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമതും കൃപാനാഥൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയമാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിൽ സ്തുതികൾ പാടി ഒന്നു ചേർന്നുഘോഷിക്കാം. സ്വർഗദൂതരൊപ്പം അണിചേർന്നൊന്നായി ഓശാന പാടി സ്തുതിക്കാം. ഉയരും സ്വരത്തിൽ സ്തുതികൾ പാടി ഒന്നു ചേർന്നുഘോഷിക്കാം. സ്വർഗദൂതരൊപ്പം അണിചേർന്നൊന്നായി ഓശാന പാടി സ്തുതിക്കാം. പരിശുദ്ധൻ പരിശുദ്ധൻ ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ ബലവാനും കർത്താവുമായ ദൈവം. കർത്താവാദ്യവും
സമർപ്പിക്കുന്നു. അങ്ങിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും മകളുടെ സദർശനം, അങ്ങിൽ നിന്നുള്ള പ്രകാശവും മകളുടെ സത്യയുടെ പ്രതീക്ഷായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങോട്ടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അതിനായി ഇവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കണ്ണടയ്ക്കാം, കൈകൾ കൂപ്പി ഈ ദൈവകരുണയോട് ഈ തിരുനാൾ ദിവസം പാപികൾക്ക് നേരെ കരുണയുടെ ഹൃദയം തുറക്കുന്ന ഈശോ ഇതാ ഈ ബലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തരുടെ കർത്താവ് തിരിച്ചറി രക്തങ്ങൾ തുറന്നു തരുന്ന ദിവസമാണ്. തന്നെ ദൈവത്തിൻ്റെ കരുണ തുറക്കപ്പെടുന്ന ദിവസമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒഴുകുന്ന കരുണ ഈ ലോകത്തിൻ്റെ മേൽ, പാപികളായ ഞങ്ങൾ ഓരോരുത്തരുടെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എൻ്റെ ജീവിത പങ്കാളിയുടെ മേൽ അസ്വസ്ഥപ്പെടുത്തുന്ന മനസ്സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലേക്ക് ദൈവത്തിൻ്റെ മനം നിറഞ്ഞ കരുണ, അഭിഷേകമുള്ള കരുണ ഈ സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെ മേലെ ഈ സമയം തന്നെ നിറയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ സമയം ഭക്തിയോടുകൂടി കണ്ണുകടച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്തു സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ചൂണ്ടിരിക്കുന്നു അതിന്റെ പ്രകാശിപ്പിക്കുന്ന കഴിയാത്ത അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദിവ്യ ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് വധിച്ചു പേർ സമൃദ്ധിക്കുകയും വൃദ്ധനാൻ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളെ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി
ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമേലമാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്കും തിരുപ്പതി ദീക്ഷന്മാർ അഡ്രൂസ് മെത്രാപ്പൊലീത്തായ്ക്കും പരിസര പിതാക്കന്മാരെ മാർ ജേക്കബ് മെത്രാപ്പൊലീത്തായ്ക്കും ആന്റോണി പിതാവിനും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സമർപ്പിതർ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പിന്നെ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെ ഭക്തരുടെയും ബഹുമാനത്തിന് വേണ്ടി അടുത്തിരുസന്നിധിയിൽ പ്രതിനകമാമത വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നമ്മുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കാരുണ്യത്തെ പ്രത്യാശ കാത്തു നിൽക്കുന്ന ഈ സ്നേഹ സമൂഹത്തിനും ഇവരുടെ എല്ലാം പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയും വികാരത്തിന് വേണ്ടിയും കൊച്ചത്തിന് വേണ്ടിയും എല്ലാ വൈദികർക്കും സിസ്റ്റേഴ്സിന് വേണ്ടിയും കൊറോണ വൈറസ് മൂലം വേദനിച്ച് ഒറ്റപ്പെട്ട് കഴിയുന്ന എല്ലാ രോഗികൾക്ക് വേണ്ടിയും അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടിയും ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയും ഇന്ന് ദൈവകരുണയുടെ തിരുനാളിൻ്റെ ഈ ദിവസം ദൈവകരുണയിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയും പാപികൾക്ക് നേരെ അവരുടെ ഹൃദയം തുറക്കുന്നതിന് വേണ്ടിയും ഇന്നിപ്പോൾ ഈ പുതിയ ഞായറാഴ്ച ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് പറഞ്ഞതുപോലെ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, വിശ്വാസത്തിൽ പൂർണ്ണമായി ആഴപ്പെടുന്നതിന് വേണ്ടി ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വിശ്വാസികളുടെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയും വലിയ മാനസാന്തരങ്ങൾക്ക് വേണ്ടിയും രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടിയും ഇന്ന് ജന്മദിന വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും മക്കളില്ലാതെ വേദനിക്കുന്ന എല്ലാ ദമ്പതിമാർക്ക് വേണ്ടിയും എല്ലാ കിടപ്പ് രോഗികൾക്ക് വേണ്ടിയും അയോഗ്യനും ബലഹീനനുമായി എനിക്ക് വേണ്ടിയും കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ഈ ഓർമ്മചരണ ദൈവമതവേഗനിക സമൃദ്ധി കണ്ടെത്തിയും നിധിപരമായ വിശുദ്ധരും എല്ലാ പിതാക്കന്മാരുടെ പാവന സ്മരണ സമൃദ്ധമായി കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവ് ദൈവമെന്നും ഇവിടെ പ്രിയപുത്രനായ ശംശികായ കഴിച്ചുവാസികൾ എല്ലാവരും അറിയട്ടെ. കർത്താവ് ദൈവംശികവും ജീവിതായമായി സുശേഷമുடைய പ്രവാചകന്മാർ ആശ്രയിക്കണമോ. രക്തസാക്ഷികളും ബന്ധകന്മാർ, വേദപരാഗതമായ മിത്രന്മാർ, പുരോഹിതമാർ സൂക്ഷിക്കുന്നവർക്കും വിശുദ്ധമാമോദീസായോടെ സജീവവും ജീവിതം വളർത്താൻ മൂത്രത്തിലും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങൾ എല്ലാവർക്കും ആവശ്യമായ നിർബലത്തിൻ്റെ വിശുദ്ധിയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവിയുടെ ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ചു നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. നാദരക്ഷകനമായ ശംശികായുടെ പീഡാനുഭവത്തിൻ്റെ മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെയും മഹനീയമായ ഭക്തിജനകവും പരിശുദ്ധവും ജീവിതായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിശബ്ദരായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോടുകൂടെ. കണ്ണടച്ചും കൈകൾ കൂപ്പി തലകുനിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രകാശം ഈ ലോകം മുഴുവനിലും വ്യാപിക്കുവാൻ ഈ സമയം തന്നെ എല്ലാ രോഗികളുടെ മേൽ നിറയപ്പെടുവാൻ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനാശ്രവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃത്തിയും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ ഒന്നിച്ചു സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള മകനെ വിസ്മയവും രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങ് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അടപേക്ഷിക്കുന്ന രക്തത്തിൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു.
ജീവിതായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരനെ ഉത്സവിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും ഇടഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. രാജ്യത്തിൽ സകല വിശുദ്ധരോട് ഒന്നിച്ച് നിന്നെ സ്തുതിക്കുക, നീ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ നിന്റെ സമാധാനം ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. നിന്റെ വചനങ്ങളെ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ദിനങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്ടമരം പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, നമ്മുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിതന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ, ഈശോയുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗ്ഗരാജ്യത്തിലെ വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുത്രവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇതിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ, അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ ഉത്ഥാനത്തിന് ആചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തിന് അങ്ങ് നൽകിയ മഹത്വത്തെ ഓർത്ത് സ്വർഗരാജ്യത്തിൽ സകല നീതിമാന്മാരോടും കൂടി അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, കുർബാന വഴി ഉത്ഥാനത്തിന്റെ രഹസ്യത്തിൽ നീ ഞങ്ങളെ പങ്കുകാരാക്കി തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട ഈ സഭയിൽ ഞങ്ങൾ നിന്റെ അനന്തകാരണത്തിന് എന്നും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ദിവ്യാത്മാവിൻ ദാനങ്ങളിൽ സകലേശൻ വിരവോടും നമ്മിൽ ഭക്ഷിച്ചു. സ്വലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യം പാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ആമേൻ. എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ഏവം നാദന
ശുദ്ധിയിടും നരകസ്യങ്ങൾ കൈക്കൊണ്ടവരാ മകിലരിലും ദൈവം പരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരാ തീരട്ടെ. മുദ്രിതരാ ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ കർത്താവിനെ കബറിടമേ സുസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമ്പോഴോ നടത്തിക്കൂടാ.